ഈ കാണുന്ന വീടും സ്ഥലവും 37 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ 1000 രൂപ കൂപ്പണ് വില. രണ്ടാം സമ്മാനമായിട്ട് കൊടുക്കുന്ന മഹേന്ദ്രൻ്റെ താർ ജീപ്പ്. മൂന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്ന TVS എൻഡോർക്ക് മോട്ടോർ സൈക്കിളാണ് കേട്ടോ. നാലാം സമ്മാനം കൊടുക്കുന്നത് അര പവൻ ഗോൾഡ് കോയിന് 10 പേർക്കാണ് കേട്ടോ. പിന്നെ അഞ്ചാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് 50 പേർക്ക് 5000 രൂപയുടെ പർച്ചേസിൻ്റെ ഹോം അപ്രൈസ് സാധനങ്ങളും. അപ്പോൾ ഇനിയും കൂപ്പൺ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ. നവംബർ 24 തീയതി വരെ ഉള്ളൂ കേട്ടോ. ഹായ് ചങ്ങളെ, ഞങ്ങൾ കൊടകക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടാപ്പുണ്ട്, ക്യാമറമാൻ ഷബീറുണ്ട്, പിന്നെ ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊടകിലൊരു ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനും വേണ്ടി പോകട്ടോ. സാധാരണ നമ്മൾ കടൻ്റെ ആഡാണ് ചെയ്യാൻ പോലെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആഡാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പുണ്ട്. കുഞ്ഞാപ്പ് താരാദാസ് ഇരിക്കണവർ മുന്നിൽ ഇരിക്കണം. ഹായ് കുഞ്ഞാപ്പു, ഹായ്. പിന്നെ നമ്മളെ കൊമ്പങ്കാട്ടിൽ എപ്പിച്ച് കോയ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ അവിടെ എത്തിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നൈറ്റിക്ക് ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ താമരശ്ശേരി ചുരത്തുമ്പോൾ എത്തിട്ടോ. ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ചായയും ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് സുലൈമാനിയൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ മക്കളെ നമ്മളെ സ്ഥലം എത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ നൈറ്റിക്ക് സ്റ്റേ ചെയ്തതിൻ്റെ ഈ ചെറിയൊരു ഹട്ടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ നല്ല രസമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു ഹട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നൈറ്റിക്ക് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള ഏരിയ ആണ് കേട്ടത്. ഇപ്പം ഞങ്ങൾ ഏകദേശം രാവിലെ 6 മണിക്ക് നീച്ചിട്ടാണ് ഈ കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നല്ല വനപ്രദേശത്തിനുള്ളിൽ നല്ല സ്റ്റേ ചെയ്യാൻ പറ്റിയ, ഫാമിലിയൊക്കെ ആയിട്ട് കപ്പിൾസായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടത്. നമ്മളെ കോയൻ്റെ വണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളെ കോയും കുഞ്ഞാപ്പും കുട്ടാപ്പി അങ്ങനെ എല്ലാവരും അവിടെ ഒന്ന് ഒരുങ്ങാനുള്ള ശ്രമത്തിലാണ്. നല്ല രസമാണ്. ഇപ്പോൾ രാവിലെ 6 മണി സമയമാണ്. സൈലൻ്റ് ഏരിയ എന്ന് പറഞ്ഞ പോലെ വളരെ സൈലൻ്റായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാൻ, നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം ഞാൻ പറയാൻ വരുന്നത്, നമ്മളെ വീഡിയോയെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നൈറ്റിക്കൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് പാട്ടും ഡാൻസും പിന്നെ അതുപോലെ ചിക്കൻ ചുടാനും അതിനൊക്കെ എല്ലാവിധ സംവിധാനങ്ങളും കണ്ടിട്ടോ. ഇവിടെ ഒരു ഹട്ട് താമസിക്കാൻ ഒരാൾക്ക് 2500 രൂപ 3000 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടീമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8000-10000 രൂപയൊക്കെയാണ് ചാർജ് ഇവർ ഈടാക്കുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടെ, ഇവിടെയാണ് രാത്രി ഭക്ഷണം കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ അതായത് കോഴി ചൂടാനും വേണ്ടിയുള്ള സംവിധാനം കേട്ടോ. ഇവിടെ ചെറിയൊരു അടുപ്പ് പോലത്തെ ഒരു സംവിധാനം കാണാം. അവിടെ വട്ടത്തിൽ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷിക്കാനുള്ള അടിപൊളി ഒരു സംഭവം അപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ നേരെ ഇവിടെ ഈ സൈഡിൽ കാണുന്നത് നല്ല DJ സോങ് ഒക്കെ ഇട്ട് ചാടി കളിക്കാനും ഫുള്ള് ഡാൻസും ഫുള്ള് അറമാദിക്കാനുള്ള ഫുൾ സംവിധാനമൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി കൊടകിൽ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നൈറ്റിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ ധൈര്യമായിട്ട് വരാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ കൊമ്പങ്കാട് കോയും കുഞ്ഞാപ്പും ഒക്കെ മേക്കപ്പ് ഇട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8:30 സമയം കേട്ടോ. കാരണം ഇവിടെ രാവിലെ നമ്മളിതിൻ്റെ ആഡ് ചെയ്തിട്ട് വേണം നാട്ടിലേക്ക് പോരാൻ. ഏകദേശം ഞങ്ങൾക്കൊരു 8 മണിക്കൂറും റണ്ണിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാരണ ഒരു കടൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടി വന്നല്ല. നമ്മളിവിടെ ഒരു ഓണറുണ്ട്, കരീമാക്ക എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ കരീമാക്കാൻ്റെ താമസിക്കുന്ന വീടും സ്ഥലവും ഏകദേശം 37 സെൻറ്റ് വരുന്ന വീടും സ്ഥലം വിൽക്കാണ്. അതായത് ലക്കി ഡ്രോ എന്ന് പറയുന്ന നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മളെ കരീംക്ക ഞങ്ങളെ കാണാനും വേണ്ടി നമ്മളെ നാട്ടിൽ വന്നതിന് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ക്ഷണിച്ചത്. ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ കരീമാക്കാൻ്റെ ചങ്കാണ് കേട്ടോ. അവരൊക്കെ കട്ടൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ വീടും 37 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് സമ്മാനമായിട്ട് നമ്മളെ കരീംക്ക് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്ന രണ്ടാം സമ്മാനം താർ ജീപ്പ്, മഹേന്ദ്രൻ്റെ ജീപ്പ്. മൂന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് 2 പേർക്ക് TVSൻ്റെ എൻഡോർക്ക് ബൈക്കാണ് കേട്ടോ. നാലാം സമ്മാനം കൊടുക്കുന്നത് അര പവൻ ഗോൾഡ് കോയിന് 10 പേർക്ക്. അഞ്ചാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് 50 പേർക്ക് 5000 രൂപേൻ്റെ ഹോം അപ്ലയൻസ് സാധനം കേട്ടോ. നറുക്കെടുപ്പിൻ്റെ അവസാന തീയതി നവംബർ 24 കേട്ടോ. അങ്ങനെ ഒരു ടിക്കറ്റിന് പ്രൈസ് വരുന്നത് 1000 രൂപ കേട്ടോ.
അപ്പോൾ 1000 രൂപ കൊടുത്ത് നിങ്ങൾ സമ്മാനങ്ങൾ സ്വന്തമാക്കാം. അപ്പോൾ 1000 രൂപ എടുത്തുകൊണ്ട് വേഗം ഭാഗ്യം പരീക്ഷിച്ചോളി. ആർക്കാണ് ഭാഗ്യവാൻ, ആർക്കാണ് താറ് ജീപ്പൊക്കെ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭാഗ്യമുള്ളവർക്ക് എന്തായാലും കിട്ടുള്ളൂ. എന്തായാലും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ TVS എൻഡോർക്കിൻ്റെ ബൈക്ക്. അപ്പോൾ നമ്മൾ നറുക്കെടുപ്പിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് നവംബർ 24 തീയതിയാണ്. നവംബർ 24 തീയതി നമ്മളെ കരീമാക്കാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടാവും, ഇത് എടുക്കൂലേ, നമുക്ക് കിട്ടൂലേ, അതോ നമ്മളെ കാശ് പോവുക എന്നൊക്കെയുള്ളൊരു ബേജാറോ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ടതായി. ഈ സാധനത്തിൽ ഇട്ടുകാണ് നമ്മൾ നറുക്കെടുപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവനാൻ്റെ നറുക്കൽ ഇടൂല എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. ഏകദേശം ഒരു 25,000 ടിക്കറ്റ് അടിച്ചിറക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കരീമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരാണ് 1ാം സമ്മാനം അതുപോലെ 2ാം സമ്മാനമൊക്കെ കരസ്ഥമാക്കുന്നത് നമുക്ക് എന്തായാലും 24 തീയതി നമുക്ക് കണ്ടറിയാം. അവർ ലൈവായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞിട്ടോ. നമുക്ക് പോയാൽ 1000 രൂപേൻ്റെ ടിക്കറ്റിൻ്റെ പൈസ മാത്രം, പക്ഷെ കിട്ടുകയാണെങ്കിലോ ലക്ഷങ്ങൾ വരുന്ന സമ്മാനങ്ങളും. എന്താ അല്ലേ? അങ്ങനെ ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കരീമാക്കാൻ്റെ ഫാമിലിയും അതുപോലെ അടുത്തുള്ള കുട്ടികളും മക്കളെല്ലാവരും വന്ന് നമ്മളെ കോയിൻ്റെ കുഞ്ഞാപ്പനെയും കൂടെ ഒക്കെ സെൽഫി എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അർമാദിക്കാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കൊടകത്തെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്തൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. നമ്മളൊക്കെ സ്നേഹിച്ച് കൊല്ലും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. അവിടെയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു ക്ലൈമറ്റിൽ സ്ഥലമാണ് ഈ കൊടകര സ്ഥലം. പിന്നെ കൂടുതലും മലയാളീസ് ആളുകളാണ്. പിന്നെ ഈ കൊടകന്മാർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവിടുത്തെ കുറച്ച് സ്വദേശികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ ആ വീഡിയോ ചെയ്തു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറേ ആളുകൾക്ക് നമ്മൾ വിളിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം അറിയിക്കാമെന്ന് വെച്ചാൽ 37 സെൻറ്റ് സ്ഥലം ആ വീടും ഫസ്റ്റ് സമ്മാനമായിട്ട് കിട്ടുന്ന ആൾ, ആ ഒരു വ്യക്തിക്ക് ആ വീട് വേണ്ട എന്നങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കമ്മിറ്റിക്കാർ ഭാരവാഹികൾ ചേർന്നിട്ട് അവരൊരു റേറ്റ് നിശ്ചയിക്കും. ആ റേറ്റ് നിശ്ചയിച്ചിട്ട് അവനക്ക് ആ ഒരു സംഖ്യയായിട്ട് കൊടുക്കുന്ന കേട്ടോ നമ്മളെ ഭാരവാഹികൾ പറഞ്ഞ്. കരീമാക്ക അതിന് വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് കമ്മിറ്റി ഭാരവാഹികൾക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് എടുത്തോളി. നവംബർ 24 തീയതിയാണ്. അപ്പോൾ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലാലാ മലപ്പുറം എന്നുള്ള പേജ് കയറിയിട്ട് അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ചെയ്തതിന് പരസ്യമുണ്ട്, അതിൽ നമ്പറുണ്ട്. പിന്നെ അതുകൂടാതെ എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക. അങ്ങനെ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊന്ന് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചൊലൂർ. ഓക്കെ, ബൈ ബൈ.